പ്ലീറ്റഡ് നൈറ്റിക്കും ചുരിദാർ നൈറ്റിക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ചും ഈ ഒരു ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കളറിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയ ശേഷം ഇതിനകത്ത് നെക്ക് വരച്ചെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ വീതി നമ്മളൊരു 3.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു, താഴെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ചെറിയൊരു ചെരിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ലൈനിലാണ് നമ്മൾ വരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതേപോലെ ചെരിച്ച് വരച്ചെടുക്കും. ഇതിന് ഇറക്കം നമുക്കൊരു 5.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ 5.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ബോക്സ് പോലെ വരച്ചെടുത്തു. അതിനുശേഷം ഈ ഒരു ഭാഗത്തേക്കായിട്ട് 4.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ ഈ ഭാഗത്തൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു 2 പോയിന്റ് ജോയിൻ ചെയ്ത് ഇതേപോലെ ചെരിഞ്ഞൊരു ലൈൻ വരച്ചു. നമ്മൾ റൗണ്ട് നെക്കല്ല ചെയ്യുന്നത്, ഇതേ ഒരു ഷേപ്പിലാണ് നമ്മൾ നെക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഷേപ്പാണ് നമ്മൾ നെക്ക് വരേണ്ടത്. ഇനി നമുക്ക് ഇതേ താഴത്തായിട്ട് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതേപോലെ കർവായിട്ടൊരു ഡിസൈൻ വരച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരക്കാവുന്നതാണ്. അപ്പോൾ റിഗാളിൻ്റെ ഭാഗം വരെ ഇതേപോലെ വരച്ചെടുത്ത ശേഷം ഇതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു വൈറ്റ് കോട്ടൻ്റെ തുണി എടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ നമ്മൾ സ്പോഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ആദ്യം തന്നെ നെക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ചെടുത്ത ശേഷം ഈ ഒരു തുണി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ചുറ്റിൽ വന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇനി അധികം വന്ന ഭാഗമൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കാം. അപ്പോൾ ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പീസാണ് ആവശ്യം. 1.25 ഇഞ്ച് വീതിയുള്ള കുറച്ച് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പീസ് മാത്രം കുറച്ച് വീതി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് പറഞ്ഞുതരാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി വീതി കൂടിയ പീസ് എടുത്ത് ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഒരു സൈഡിൽ ഇതുപോലെ മടക്കുക. രണ്ടാമത്തെ സൈഡിൽ മുകളിലേക്ക് മടക്കി ഒരു പട്ട പോലെ ആക്കിയതിനു ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ കൂടെ കറക്റ്റായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തൊരു പീസ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് ഇതിൽ ഇങ്ങനെ കറക്റ്റ് വെച്ച് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് ഈ ഒരു എൻഡ് ഭാഗം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗം ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പീസ് എടുക്കാം. അത് ഇതേപോലെ തന്നെ രണ്ടായിട്ട് മടക്കിയ ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് ഈ ഒരു ഭാഗം ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് ഓപ്പൺ ആയിട്ടാണ് വരിക. അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡിലേക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗം രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും വരിക. സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് വരും. ഓക്കെ, നമ്മൾ ഏകദേശം ഒരു 1.25 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു ലൈൻ വരച്ചത്. അപ്പോൾ ആ ഒരു ലൈനിൽ വെച്ച് കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നൈറ്റിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ സെൻറ്റർ കറക്റ്റ് ചെയ്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ അടിയിലും ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടിയിലൊരു ലേസും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതേപോലെ നമ്മൾ അടിയിൽ ലേസ് കൂടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ ലൈനിങ്ങിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ബാക്ക് സൈഡിൽ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് മുകളിലൂടെ ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം ചെറിയൊരു തയ്യൽ തുമ്പിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കോൺ വശം കറക്റ്റായിട്ട് ഇതേപോലെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്ത ശേഷം തുണി നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒരു ചെറിയൊരു ചവിട്ടി രീതി മാറിയിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ എൻഡിലൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ, ഒരു ചവിട്ടി രീതി മാറി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലെല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു 3 ഷോ ബട്ടൺ ഇതിൻ്റെ സെൻറ്റർ കൂടെ കൊടുക്കാം. കൂടാണ്ട് ഒരു ബോ കൂടെ ഇതിൻ്റെ അടിയിലോട്ട് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ റെഡി ആയിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ല.